ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഓണപരിപാടിക്ക് പോവാണ് കേട്ടോ. ഓണോ ക്രിസ്മസ് ആവാറായല്ലോ, ഇപ്പം എന്താ ഓണക്കാരെന്ന് ചോദിക്കരുത്. അന്ന് ഓണത്തിനെടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്ര നേരം വൈകിയെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ച വീഡിയോ ആയതുകൊണ്ടാണ് നേരം വൈകിട്ടാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചത്. പാറുവിൻ്റെ പരിവാറിൻ്റെ ഓണപരിപാടിയാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ഓണപരിപാടി കൂടുന്നത്, അതും പാറുവിനെയും കൊണ്ടിട്ട്. അപ്പോൾ അതെന്തായാലും പാറുവിൻ്റെ പരിപാടിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കുട്ടികളുടെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. മുണ്ടകരത്തിന് തിന്നിക്കൂടത്തിന് കണ്ണാടത്തിന് പാവാണ്, തിന്നിക്കൂടത്തിന് തിന്നിക്കൂടത്തിന് തിന്നോരത്തിന് പാവാണ്, പലായരം നിരന്ന തോവനെ. നല്ല കൂളായിട്ട് ഇവൻ പാടുന്നുണ്ടല്ലേ, നല്ല എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. അപ്പം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പീക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന് വെച്ചിട്ടാണ് പാറു ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് മാവേലിനെ പോയി കണ്ടു, ഷേക്കേൻ്റെയൊക്കെ കൊടുത്തു. വന്നപ്പോൾ തൊട്ട് പാറു മാവേലിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പരിപാടിൻ്റെ ഉള്ളിൽ എണീറ്റ് പോകണ്ടേ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പോയി കാണാഞ്ഞത്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പോയി കണ്ടു, പാറു ഹാപ്പിയായി. ഇവർ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ കുട്ടികൾ മുഴുവനും. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഒലീവ് പദ്ധതിൻ്റെ ഇനോഗ്രേഷനും കൂടി ഉണ്ടായിരുന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ആയിരുന്നു വന്നിട്ട് ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒലീവിൻ്റെ കാര്യം ഞാൻ മുന്നേ ഓരോ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഒലീവ് എന്ന് പറയുന്നത് ഒരു ധനസഹായ ഫണ്ടാണ്. നമ്മൾ പരിവാറിലുള്ള മെമ്പേഴ്സ് തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാസത്തിൽ ഒരു 100 രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ നമ്മൾ ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ട് വരുന്ന സമയത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത്, അതായത് ഇപ്പോൾ പാറുവിൻ്റെ പേരിലാണ് മെമ്പർഷിപ്പ് ഉള്ളത്. അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ 5000 രൂപ ധനസഹായം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചേരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ തന്നെ ഓരോരുത്തർ ഒഴിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. നമ്മൾ സദ്യൻ്റെ പേരിലോ പരിപാടീൻ്റെ പേരിലോ ആരുടെ കയ്യിൽ നിന്നും കാശോ കാര്യങ്ങളോ ഒന്നും പിരിവെടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. പാറുവിന് അവിടെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് അവൾക്കുള്ള ഫുഡ് ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് സാവധാനം കൊടുത്തു കേട്ടോ. കാരണം അവൾക്ക് കുറച്ച് കഴിക്കാൻ കുറച്ച് താമസം പിടിക്കുമല്ലോ. അപ്പം ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പൗമി അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഗെയിമുകളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം ഞാൻ കാത്തു നിൽക്കില്ല. വിഷ്ണുവിനെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. പിന്നെ പൗമിയും ഉറക്കത്തിൻ്റെ ഓരോ ശീലക്കേടുകളൊക്കെ തുടങ്ങി. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവും. ഇന്നലെ മുതലേ പേരൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. പൂവിടാനും പച്ചക്കറി എറിയാനും ഒക്കെ എല്ലാവരും ഒത്തൊരുമയിലും കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതിനൊന്നും ഇടപെട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും നല്ല വണ്ടർഫുൾ ആയിരുന്നു. എല്ലാവരും ഒന്ന് നേരിട്ടൊക്കെ കാണാനായി. അപ്പോൾ ഇനി ഹാപ്പി ഓണം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.